ശരി, ആന്റണി ജിസ് ജോർജ്. ഈ വാർത്തയുടെ മറ്റൊരു വിവരം തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി വിനയരാജ് ചേരുന്നു. ആ വാർത്ത എന്ന് പറയുന്നത് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പാലക്കാട് SP-യോട് ADGP റിപ്പോർട്ട് തേടിയിരിക്കുന്നു. വിനയരാജ്, എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഇരട്ടക്കൊലപാതകത്തിൽ പാലക്കാട് SP-യോട് ADGP റിപ്പോർട്ട് തേടിയിരിക്കുന്നത്? MS നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ADGP മനോജ് എബ്രഹാം പാലക്കാട് SP-യോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. നാട്ടിലെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പാലക്കാട് SP-ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ നെന്മാറ പോലീസിന് അലംഭാവം പറ്റിയെന്ന് പോലീസ് വിലയിരുത്തിയിട്ടുണ്ട്. കാരണം 2019 ഈ പ്രതി സജിതയുടെ കൊലപാതകം നടത്തിയതിനു ശേഷം 2022 ജാമ്യത്തിലിറങ്ങിയ ചെന്താമരയ്ക്ക് വലിയ രീതിയിലുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളടക്കം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ജാമ്യ വ്യവസ്ഥകൾ അടക്കം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കുകയും ചെയ്യരുത് എന്നതായിരുന്നു ഈ ജാമ്യ ഉപാധി എന്ന് പറയുന്നത്. തുടർന്ന് 2023 കോടതി ഇടപെട്ട് അത് നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്നാക്കി മാറ്റിയിരുന്നു. എന്നാൽ കൂടി ഇത്തരത്തിലുള്ള ഈ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ കൂടി ഈ ചെന്താമര ഈ പഞ്ചായത്തിലുള്ള ഒരു വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നാട്ടുകാരടക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിലൊന്നും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നടക്കം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിൽ നടപടി എടുക്കാത്തതിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ ഇരട്ട കൊലപാതകം നടന്നതിന് ശേഷം ഈ സുധാകരന്റെ മക്കളടക്കം വലിയ രീതിയിലുള്ള വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം തന്നെ പരാതിപ്പെട്ടതാണ്, നിരവധി തവണ പോലീസിൽ പോയി പരാതിപ്പെട്ടതാണ്. തങ്ങൾക്ക് ഭീഷണിയുണ്ട്, വധഭീഷണിയുണ്ട് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതിപ്പെട്ടതാണ്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായില്ല എന്നടക്കം കുടുംബം ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ കഴിഞ്ഞ മാസം 29 നെന്മാറ പോലീസ് സ്റ്റേഷനിൽ പോയി തങ്ങൾ പരാതിപ്പെട്ടിരുന്നു. തങ്ങൾക്ക് ഭീഷണി ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ ഈ ചെന്താമരയെ വിളിച്ചു വരുത്തി ഉപദേശിക്കുക മാത്രമാണ് പോലീസ് ചെയ്തത്. ഒരു നടപടി സ്വീകരിച്ചില്ല. ഒരു പക്ഷെ അന്ന് ആ നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ അച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശിയോ ഇന്ന് മരിച്ചിട്ടുണ്ടാവില്ല എന്നടക്കം കുട്ടികൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നാട്ടുകാരും ഇതിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് വേണ്ട രീതിയിൽ ഈ കേസ് അന്വേഷിച്ചില്ല, വേണ്ട രീതിയിൽ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നൊക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ADGP മനോജ് എബ്രഹാം പാലക്കാട് SP-യോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന വിശദീകരണങ്ങൾ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന അലംഭാവങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി വിനയരാജ്, ഇതേ സമയം